ഈ അകാലത്തിൽ ജരവരില്ല, രോഗഭയമില്ല. നതസ്യ രോഗോ ന ജര ന മൃത്യു. മൃത്യുഭയം, അകാലത്തിൽ മരണഭയമില്ല. തട്ടിപ്പോകുമോ എന്ന ഭയമാണിന്ന്. പക്ഷേ കാലമെത്തി തന്റെ ധർമ്മമെല്ലാം അനുഷ്ഠിച്ച് കർമ്മങ്ങളെല്ലാം പരിസമാപിപ്പിക്കുമ്പോൾ മരണം വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും. അത് സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു ശരിയായ ആരോഗ്യ ശാസ്ത്രങ്ങളാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമതുലിതമായ അവസ്ഥ, സാമരസ്യം സാധിക്കുന്ന രണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളാണ്, അതുല്യങ്ങളായ ഭാരതീയ ശാസ്ത്രങ്ങളാണ് ആയുർവേദവും യോഗയും. പതാഞ്ജലി പ്രാണയോഗ വിദ്യാപീഠത്തിന്റെ പ്രധാന ആചാര്യനും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയുടെ ആത്മീയ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള ആദരണീയനായിട്ടുള്ള EMG സാറിനോട് രാമായണ മാസത്തിൽ നൽകാനുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതൊന്ന് വ്യക്തമാക്കാമോ? നമസ്കാരം. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മളോടൊപ്പം ഇന്നുള്ളത് പതഞ്ജലി യോഗവിദ്യാപീഠം ആ ഒരു പ്രസ്ഥാനത്തിന്റെ ചീഫ് ആചാര്യനും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ EMG സാറാണ്. അദ്ദേഹം പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയുടെ ആത്മീയ ഉപദേഷ്ടാവ് കൂടിയാണ്. അങ്ങയോട് ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, പ്രത്യേകിച്ചും ആരോഗ്യം സംബന്ധിച്ച്. കാരണം അങ്ങ് അതിന്റെ ഒരു ആചാര്യൻ തന്നെയാണ്. എന്താണ് അങ്ങക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്? ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ? വളരെ വിപുലമായ അർത്ഥതലമുള്ള ഒരു ചോദ്യമാണ് ലക്ഷ്മി മുൻപിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള പ്രധാന ആചാര്യനായിട്ടുള്ള പതഞ്ജലി പ്രാണയോഗ വിദ്യാപീഠം തീർച്ചയായും മഹർഷി പതഞ്ജലി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽനഖയിൽ നിന്ന് മരീചികൾ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണിത്. നമുക്കറിയാം, പതഞ്ജലി മഹർഷി യോഗാചാര്യനായിരുന്നു. പതഞ്ജലിയുടെ യോഗദർശനം, യോഗസൂത്രങ്ങൾ ആണ് ഇന്ന് ലോകമെമ്പാടുമുള്ള യോഗാചാര്യന്മാരുടെ പ്രാമാണിക ഗ്രന്ഥം. 196 സൂത്രങ്ങളിലൂടെ മഹത്തായ യോഗദർശനത്തെ പതഞ്ജലി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചു. പിന്നീട് വന്ന ആചാര്യന്മാരെല്ലാം പതഞ്ജലിയുടെ ആ യോഗസൂത്രത്തിന്റെ വ്യാഖ്യാതാക്കന്മാരോ അതിനെ വിപുലീകരിച്ചവരോ ആണ്. സ്വാത്മാരാമൻ, ഖേരണ്ടൻ, ഗോരക്ഷൻ തുടങ്ങിയ മഹർഷീശ്വരന്മാർ. പതഞ്ജലി മഹർഷി യോഗാചാര്യനായിരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ആയുർവേദാചാര്യനും കൂടിയായിരുന്നു. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി എന്നാണ് പതഞ്ജലിയുടെ വളരെ പുരാതനമായ ഒരു വന്ദനാ ശ്ലോകം. യോഗവിദ്യ കൊണ്ട് മനസ്സിന്റെയും പദേന വാചാം, പദം എന്നാൽ ഇവിടെ ലക്ഷണ കൊണ്ട് വാക്ക് എന്നല്ല, വ്യാകരണശുദ്ധമായ വാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം കൊണ്ട് വ്യാകരണം എന്നർത്ഥം വരും. അപ്പൊ സംസ്കൃത ഭാഷയുടെ വ്യാകരണ ഗ്രന്ഥമായ പാണിനീയം അഥവാ അഷ്ടാധ്യായിക്ക്, പാണിനി മഹർഷി എഴുതിയ പാണിനീയത്തിന് അഷ്ടാധ്യായിക്ക് മഹാഭാഷ്യം ചമച്ചയാളാണ് പതഞ്ജലി മഹർഷി. അപ്പൊ പതഞ്ജലി വൈയാകരണൻ കൂടിയായിരുന്നു, ഗ്രാമർ വിദഗ്ധൻ കൂടി, വ്യാകരണ പണ്ഡിതൻ കൂടിയായിരുന്നു. അതോടൊപ്പം മലം ശരീരസ്യ ച വൈദ്യകേന എന്നുണ്ട്. ശരീരത്തിന്റെ മലങ്ങളായ രോഗങ്ങൾ വൈദ്യകം കൊണ്ട്, വൈദ്യകം എന്ന് പറഞ്ഞാൽ വൈദ്യവൃത്തി, ഭാരതത്തിൽ നിലനിന്ന വൈദ്യവൃത്തി എന്ന് പറയുന്നത് ആയുർവേദമാണ്. ആയുർവേദം കൊണ്ട് ശരീരത്തിന്റെയും മാലിന്യങ്ങൾ, ഇപ്പൊ 3 തരം മാലിന്യങ്ങൾ. യോഗ കൊണ്ട് മനസ്സിന്റെ മാലിന്യത്തെ സംസ്കൃത വ്യാകരണത്തിന് മഹാഭാഷ്യം എഴുതുകഴി സംസ്കൃത ഭാഷയുടെ മാലിന്യം വ്യാകരണം വഴിയും, ശരീരത്തിന്റെ മാലിന്യങ്ങളായ രോഗങ്ങളെ ആയുർവേദ ശാസ്ത്രം വഴിയും ഇല്ലാതാക്കിയ ആ മുനിപ്രവരനായ പതഞ്ജലിയെ ഞാൻ വന്ദിക്കുന്നതാണ്. ഇത് മൂന്നും, യോഗയും ആയുർവേദ ബോധനവും ആയുർവേദ ചികിത്സയും അതുപോലെ തന്നെ സംസ്കൃത പഠനവും ബോധനവും ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് കൊണ്ടാണ് പതഞ്ജലിയെ തീർച്ചയായും അന്വർത്ഥമായി അനുകരിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ഈ പേര് നമ്മുടെ സ്ഥാപനത്തിന് നൽകിയത്.
തീർച്ചയായും ആയുർവേദവും യോഗയും ഒന്നിക്കുമ്പോൾ, അതിൻ്റെ ശാസ്ത്രങ്ങളിലേക്ക് കടക്കാൻ സംസ്കൃതവും ഒന്നിക്കുമ്പോൾ ആരോഗ്യത്തിന്റെ സമഗ്രമായ ഒരു ശാസ്ത്രമാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആയുർവേദത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും ഒക്കെ വളരെ വിശദമായ വ്യാഖ്യാനങ്ങളുണ്ട്. ആയുർവേദത്തിന്റെ ലക്ഷ്യം സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം എന്നാണ്. സ്വസ്ഥനായ ആരോഗ്യവാനായ ഒരാളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. ആദ്യം രോഗിയെ ചികിത്സിക്കുക, നീ രോഗിയായി വരൂ എന്നല്ല, മറിച്ച് ആരോഗ്യവാനായ ഒരാളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. അഥവാ ആതുരൻ രോഗിയായാൽ അയാളുടെ വികാരങ്ങളെ ശമിപ്പിക്കുക. എന്ത് വികാരം? അയാളുടെ ശരീരത്തിലെ അടിസ്ഥാന ഘടകങ്ങളായ വാതം, പിത്തം, കഫം എന്നിവയിൽ വരുന്ന അസമത്വത്തെ മാറ്റി വാതപിത്ത കഫങ്ങളെ സമീകരിച്ചുകൊണ്ട് ആരോഗ്യത്തിലേക്ക് അയാളെ കൊണ്ടുവരിക. രോഗചികിത്സയല്ല, രോഗിയെ കാത്തിരിക്കുന്ന ആളല്ല ആയുർവേദാചാര്യൻ. ഇതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. അപ്പൊ സ്വസ്ഥനായ ആളിന്റെ സ്വാസ്ഥ്യത്തെ രക്ഷിക്കുക, അഥവാ രോഗിയായാൽ വാതപിത്ത കഫങ്ങളുടെ സമീകരണം വഴി, സമത്വം വഴി രോഗമില്ലാതാക്കുക. ഇതാണ് ആയുർവേദം കൊണ്ട് ഉദ്ദേശിച്ചത്. അതേസമയത്ത് യോഗയോ ആയുർവേദത്തെക്കുറിച്ച്, ആയുർവേദ വിധി ആചരിക്കേണ്ടതിനെ കുറിച്ച് ആചാര്യൻ പറയുന്നു, ധർമാർത്ഥ കാമമോക്ഷാണാം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയിൽ ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും കാമവും സാധ്യമാക്കിക്കൊണ്ട് സുഖം സമ്പാദിക്കണമെങ്കിൽ ഇതാ ഞാൻ ആയുർവേദ വിധി പറഞ്ഞു തരുന്നു, അതിനെ അനുസരിക്കുക. ധർമ്മ, അർത്ഥ, കാമം. കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് ധർമാർത്ഥ സുഖ സാധനം, ആയു കാമയമാനേന ധർമാർത്ഥ സുഖ സാധനം. ധർമ്മം, അർത്ഥം, സുഖം എന്നിവ സാധിക്കുന്ന ആയുസ്. മനുഷ്യന് ആരോഗ്യത്തോടെ ഏറെ നാൾ ജീവിക്കുന്നതാണല്ലോ ആയുസ്. ആ ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മം അനുഷ്ഠിച്ച് അർത്ഥം നേടി അവന്റെ ആഗ്രഹങ്ങൾ, കാമം നിറവേറ്റാൻ പറ്റൂ. അങ്ങനെ കാമങ്ങളെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ അവന് അനാസക്തിയിലേക്ക്, വൈരാഗ്യത്തിലേക്ക് വരും. തുടർന്ന് ആയുർവേദം പിൻവലിയുമ്പോൾ അവിടെ മോക്ഷസാധനമായ യോഗ കടന്നു വരും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേദ വിധി പ്രകാരം ജീവിക്കൂ. എന്നിട്ട് യോഗ സാധനയിലൂടെ ആ കൈവല്യ പദവി, തൻ്റെ ജീവാത്മാവിനെ, മരണമെന്ന സുന്ദര നിമിഷത്തിൽ ഈ പഴഞ്ചൻ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ പ്രാപിക്കുകയോ, അല്ലെങ്കിൽ ഇനി ശരീരം വേണ്ടാത്ത കൈവല്യ പദവി, നിർവാണാവസ്ഥ, മോക്ഷാവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ആത്യന്ത ലക്ഷ്യം. ആ മോക്ഷസാധനമായ യോഗമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ, ആയുർവേദവും യോഗയും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചാൽ ആരോഗ്യ സംരക്ഷണവും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷസാധനവും ഒരുപോലെ സാധിപ്പിക്കുന്ന രണ്ട് മഹാവിദ്യകളും ശാസ്ത്രവും ആണ് ആയുർവേദവും യോഗയും. ഇതിന്റെ സമന്വയം എവിടെ നടക്കുന്നോ അവിടെ രോഗമില്ല. ന തസ്യ രോഗോ ന ജര ന മൃത്യു. അവിടെ രോഗമില്ല, ജരാഭയമില്ല. എന്താണ് ജര? ഇയർലി ഏജിങ് ആണ് ജര. ജര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചുക്കിച്ചുളിയുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ധാതുബലം നഷ്ടപ്പെടുക, ധാതുപുഷ്ടി നഷ്ടപ്പെട്ടിട്ട് പ്രാണശക്തി നഷ്ടപ്പെടുന്നു. ഈ അകാലത്തിൽ ജരവരില്ല, രോഗഭയമില്ല. ന തസ്യ രോഗോ ന ജര ന മൃത്യു. മൃത്യുഭയം, അകാലത്തിൽ മരണഭയമില്ല. തട്ടിപ്പോകുമോ എന്ന ഭയമാണിന്ന്. പക്ഷേ കാലമെത്തി തന്റെ ധർമ്മമെല്ലാം അനുഷ്ഠിച്ച് കർമ്മങ്ങളെല്ലാം പരിസമാപിപ്പിക്കുമ്പോൾ മരണം വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും. അത് സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു ശരിയായ ആരോഗ്യ ശാസ്ത്രങ്ങളാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമതുലിതമായ അവസ്ഥ, സാമരസ്യം സാധിക്കുന്ന രണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളാണ്, അതുല്യങ്ങളായ ഭാരതീയ ശാസ്ത്രങ്ങളാണ് ആയുർവേദവും യോഗയും. വളരെ വ്യക്തമായിട്ട് ഒരുപാട് അറിവുകളാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു യോഗശാസ്ത്രത്തെ കുറിച്ച് നൽകിയിട്ടുള്ളത്. എനിക്ക് ഒരുപാട് അനുഭവസ്ഥരിൽ നിന്ന് കേട്ടറിവുണ്ട്. പതാഞ്ജലി പ്രാണയോഗ വിദ്യാപീഠത്തിലെത്തി അനേകം രോഗങ്ങൾ മാറിയവരെ കുറിച്ചിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും അത്തരത്തിലുള്ള സ്വാസ്ഥ്യം ആഗ്രഹമുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ EMG സാറിന്റെ
ഈ ഒരു സ്ഥാപനത്തിൽ എത്തുവാനും അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുവാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആരോഗ്യം സംരക്ഷിക്കുന്നതിനും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് മാറ്റുവാനും സാധിക്കട്ടെ. അതിനായിട്ട് അങ്ങയുടെ ഈ ഒരു സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ചിട്ടുള്ള വിവരണം കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു വലിയ സ്ഥാപനമല്ല. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളായി എൻ്റെ റിട്ടയർമെന്റിന് ശേഷം ഏതാണ്ട് 2000-ഓളം ആളുകൾ യോഗ ഒരു ചര്യ ആക്കത്തക്ക, ഒരു ജീവിതോപാധി ആക്കത്തക്ക രീതിയിൽ യോഗാധ്യാപന പരിശീലനം കഴിഞ്ഞിട്ടുണ്ട്. വിദേശികളും സ്വദേശികളുമായി. കൂടുതലും ആളുകൾ കേരളത്തിലാണ്. എന്നാൽ ധാരാളം വിദേശികളും എന്നിൽ നിന്ന് യോഗ അഭ്യസിക്കാൻ വന്നിട്ടുണ്ട്. കോട്ടയത്തൊരു റിസോർട്ടിൽ, വിദേശികൾ മാത്രം വരുന്ന റിസോർട്ടിൽ ഏറെ നാൾ ഞാൻ യോഗാധ്യാപകനായിരുന്നു. തീർച്ചയായും ഇന്ന് യോഗ എന്ന് പറയുമ്പോൾ പതഞ്ജലി പറയുന്നു, 2ാമത്തെ സൂത്രമാണ് അഥ യോഗാനുശാസനം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് യോഗ അനുശാസിക്കാം. യോഗ എന്ന മഹാശാസ്ത്രത്തെ ശാസ്ത്രീയമായി ഞാൻ ചിട്ടപ്പടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, യോഗ ചിത്തവൃത്തി നിരോധം. യോഗമെന്നാൽ ചിത്തവൃത്തികളുടെ നിരോധമാകുന്നു. ചിത്തം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്. നമ്മുടെ ചിത്തം വൈകാരികമായ മനസ്സിന്റെ ഒരു ഭാവമാണ്. ചിത്തവും ബുദ്ധി അഹങ്കാരം എന്ന് പറയും. അപ്പൊ ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ കൺട്രോളിലല്ല പലപ്പോഴും. ഏതുപോലെ? കാട്ടിലെ മതയാനയെ പോലെ, അല്ലെ കാട്ടാനയെ പോലെ, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ, നിയന്ത്രണമില്ലാത്ത ചാബല്യമുള്ള കുരങ്ങിനെ പോലെ ചാടിക്കളിക്കുന്ന വേവറിംഗ് മൈൻഡ്, ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്, അനിയന്ത്രിതമായി ചിലപ്പോഴീ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് സീത ലക്ഷ്മണനോട് പറഞ്ഞു. അന്ന് പഞ്ചവടി പ്രദേശത്ത് താമസിക്കുമ്പോൾ രാവണൻ വരുന്ന സമയത്ത് ഞാൻ രാമനെ രക്ഷിക്കാൻ നീ പോകാത്തത് എന്തേ ലക്ഷ്മണ എന്ന് ചോദിച്ച് ഞാൻ കുറ്റപ്പെടുത്തി. നിനക്ക് ജ്യേഷ്ഠൻ മരിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടല്ലേ? എന്നെ ഭാര്യയാക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച് ഞാൻ അനുജ നിന്നോട് കുത്തുവാക്കുകൾ പറഞ്ഞു. അന്ന് സ്ത്രീ സഹജമായ ചാബല്യം എന്നെ ബാധിച്ചു. അനിയന്ത്രിതമായി ചിലപ്പോഴീ മനമോടാത്ത കുമാർഗമില്ലടോ. ഇങ്ങനെ കുമാർഗത്തിൽ സഞ്ചരിക്കുന്ന ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിച്ച് കാട്ടിലെ ആനയെ മെരുക്കി 2ഉം 3ഉം 4ഉം പാപ്പാന്മാരുടെയും താപ്പാനയുടെയും സഹായത്തോടെ മെരുക്കി അനുസരണയുള്ള ആനയാക്കി മാറ്റിയാൽ ആ ആനയെ കൊണ്ട് നമുക്ക് തടി പിടിപ്പിക്കാം, ഉത്സവത്തിന് എഴുന്നള്ളി തിടമ്പേറ്റാം, പലതും ചെയ്യിക്കാം. അതുപോലെ അനിയന്ത്രിതമായ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച്, മനസ്സിനെ ബോധത്തിന്റെ തലത്തിൽ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് നമ്മുടെ വികാരങ്ങളും ചിന്തകളും പരിപക്വമാക്കി, വികാരങ്ങൾ ചിന്തകൾക്കും, ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾക്കും, പ്രവൃത്തി നമ്മുടെ പെരുമാറ്റത്തിനും, പെരുമാറ്റം നമ്മുടെ സ്വഭാവത്തിനും, സ്വഭാവം നമ്മുടെ സംസ്കാരത്തിനും കാരണമാകും. അതിൽ ആദ്യം വേണ്ടത് ചിത്തവൃത്തികളെ നിരോധിക്കുകയാണ്. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റവും പ്രധാനമാണ്. തീർച്ചയായും നമ്മളിപ്പോ ആരംഭിച്ചിരിക്കുന്നത് ധ്യാനത്തിലൂടെ എങ്ങനെ മനസ്സിനെ ശരിയായ രീതിയിൽ എളുപ്പ വഴി, ഞാനൊരു അധ്യാപകനായിരുന്നതുകൊണ്ട്, അധ്യാപകനായിരുന്നതുകൊണ്ട് 54ാമത്തെ വർഷവും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 54 വർഷമായി. ഇപ്പോഴും ഈ 77ാമത്തെ വയസ്സിലും പഠന ബോധനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. മനസ്സിന്റെ ചപലമായ ചിന്തകളാണ് ലോകത്ത് അശാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നത്, അക്രമം പരത്തിക്കൊണ്ടിരിക്കുന്നത്, തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അശാന്തമായ മനസ്സിനെ, ദുഷ്ടമായ മനസ്സിനെ, കുമാർഗത്തിൽ സഞ്ചരിക്കുന്ന മനസ്സിനെ സന്മാർഗത്തിലേക്ക് നയിക്കാനും നല്ല പ്രവൃത്തിയും നല്ല സ്വഭാവവും നല്ല സംസ്കാരവുമുള്ള ജനതയെ വാർത്തെടുക്കാനും മനസ്സിന്റെ ശിക്ഷണം ആവശ്യമാണ്. മനോശിക്ഷണത്തിലൂടെ ആത്മീയതയുടെയിലേക്കുള്ള ആ രാജപാത തുറക്കുകയാണ് യോഗം ചെയ്യുന്നത്. തീർച്ചയായും ധ്യാന പരിശീലനത്തിലൂടെ അത് 100 കണക്കിൽ ആളുകളിലേക്ക് ഞാനിപ്പോൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ആൽഫ ലെവൽ ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി, ലളിതമായി ധ്യാനം പഠിപ്പിക്കുവാനും മറ്റുള്ളവരെ ധ്യാനം പഠിപ്പിക്കുവാനും മെഡിറ്റേഷൻ ട്രെയിനേഴ്സിന്റെ ആവശ്യം ഇന്ന്
ഇന്ത്യയിൽ മിനിറ്റ്. ലക്ഷക്കണക്കിന് ആളുകളെ ആവശ്യമുണ്ട്. അത് പതാഞ്ജലി പ്രാണയോഗ വിദ്യാപീഠത്തിലാണ് ഈ പഠനം നടക്കുന്നത് അല്ലെ? ഈ ഒരു തീർച്ചയായും പരിശീലനം. നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമല്ല, നമ്മള് പല ആ, ആശ്രമങ്ങളിലും സങ്കേതങ്ങളിലും റിസോർട്ടുകളിലുമൊക്കെ സ്വദേശികളും വിദേശികളുമായ ആളുകൾക്ക് ആ മനോനിയന്ത്രണത്തിന്റെ ധ്യാനത്തിന്റെ ശിക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സും. ഈ ഒരു സ്ഥാപനത്തെ സമീപിക്കാനും അതുപോലെ EMG സാറിന്റെ സേവനം ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ സമീപിക്കാനായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അടക്കം ഇതിൽ കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് വിവരങ്ങൾ നമുക്കായിട്ട് നൽകിയ EMG സാറിന് ഒരുപാട് നന്ദി, നമസ്കാരം. പാഞ്ചജന്യം ഭാരതത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി, നമസ്കാരം. പ്രേക്ഷകർക്കായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്.